മൈ ചാനൽ. ഇന്നത്തെ ഫുഡ് വ്ളോഗിൽ കർണാടക സ്പെഷ്യൽ ഗോളി ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് മൈദ, ആവശ്യത്തിന് വെള്ളം, ഒരു ചെറിയ ഗ്ലാസ് തൈര്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ്. ഇനി ഗോളി ബജിയുടെ മാവ് റെഡിയാക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ആണ്. അതിൻ്റെ കൂടെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ഗ്ലാസ് തൈര്. ഇത്രയും ചേർത്ത് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കുക. ഒരു 6 മിനിറ്റ് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മളെ ഗോളി ബജി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക, ഒരു പാൻ വെക്കുക, അതിലോട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം മാവ് കുറച്ചെടുത്ത് ഇതേപോലെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ സ്പൂണൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെ മാംഗ്ലൂർ ബജി എന്നും പറയാറുണ്ട്. അപ്പോൾ ഗോളി ബജി അല്ലെങ്കിൽ മാംഗ്ലൂർ ബജി. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗോളി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി കൊടുക്കുക. അപ്പോൾ ടാറ്റാ.